നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നത് നിങ്ങൾക്കറിയുന്നതുപോലെ പരിപാടിയുടെ ഉദ്ഘാടനം MSF സംസ്ഥാന സെക്രട്ടറി CK നജാഫ് അവരുകളാണ്. വൈറ്റ് ഗാർഡ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട PK അവറുകളാണ്. ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി IOML കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി ഷാഹുൽ അമീർ സാഹിബിനെ ക്ഷണിച്ചുള്ളൂ. PK ഷാഹുൽ ഹമീദ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ, വൈറ്റ് ഗാർഡ് ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ഷിബു മീരാൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് PP സലാം സാഹിബ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റ് പ്രിയപ്പെട്ട സക്കീന തക്കീൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ ചമ്മാളി, എരഞ്ഞൻകീഴ് ശാഖ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നാസർ പുത്തലത്ത്, ജനറൽ സെക്രട്ടറി സമദറക്കൽ, KMCC തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ, MSFൻ്റെ നിയോജക മണ്ഡലം ട്രഷറർ മുഹമ്മദ് മുബീൻ മുഹമ്മദ്, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് MSFൻ്റെ വൈസ് പ്രസിഡന്റ് സൽമാൻ സാലി ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി മൊഴിശ്ശേരി ഗഫൂർ സാഹിബ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മർദ്ദിത മതന്യൂനപക്ഷങ്ങൾക്ക് ആശയവും ആശ്രയവും ആവേശവുമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള MSF, ആ MSFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ് മണ്ഡലം. ഏകദേശം 12,000-ഓളം മെമ്പർഷിപ്പാണ് MSFന് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. ആ മെമ്പർഷിപ്പിൻ്റെ സംവിധാനങ്ങളിലേക്ക് ഈ MSFനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വളരെ ചടുലമായി അതിന് വ്യവസ്ഥാപിതമായ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ള തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് MSFൻ്റെ പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിനാകെ ആവേശകരമായ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പടി കൂടി കടന്ന് ഇരഞ്ഞിക്കഴ ശാഖയിലെ MSFൻ്റെ പ്രവർത്തകന്മാർ ഇന്നിവിടെ അവരുടെ സമർപ്പിത കേന്ദ്രമായിട്ടുള്ള വൈറ്റ് ഗാർഡിൻ്റെ പൂർണ്ണസജ്ജമായ ഒരു ഓഫീസ് കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം ഹരിത രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് നേതാക്കളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു യൂണിറ്റായി ഈ യൂണിറ്റിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചത്. അതിൽ വരും തലമുറക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് MSFൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ വിത്താണ് MSF എന്ന് പറയുന്നത്. നാടിയുടെ തലമുറയിലേക്ക് ഈ നല്ല സന്ദേശത്തെ പകർന്നു നൽകുന്നതിനും അതിനനുസരിച്ച് നമ്മുടെ മക്കളെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്നതിനും കാലഘട്ടം വളരെ മോശമാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ധാർമ്മിക മൂല്യങ്ങളെല്ലാം ചതഞ്ഞരഞ്ഞ് നമ്മുടെ നാടിയുടെ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ മക്കൾ മറ്റ് പല വഴിക്കും വഴിതിരിഞ്ഞു പോകുന്ന
അതിനനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുസമൂഹത്തിലാകെ ഉയർന്നു വരുന്നുള്ള കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളാണ് MSF നടത്തുന്നത് എന്നതുകൊണ്ട് ഈ നല്ല ഉദ്യമത്തിന് തുനിഞ്ഞിട്ടുള്ള MSFൻ്റെ ഈ ശാഖയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഒരു പ്രസംഗം ഞാൻ ചെയ്യുന്നില്ല. കാരണം ബഹുമാന്യനായ MSFൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന CK നജാഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി അപഗ്രഥനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഷിബു മീരാൻ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാം സാന്നിധ്യത്തിലൊരു പ്രസംഗം എന്നത് അധിക പ്രസംഗമാകുമെന്നതുകൊണ്ട് ഈ നല്ല ഉദ്യമത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള MSFൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും സദസ്സിൽ കയറിയിരിക്കുക. കസേരകൾ കാലിയാണ്. അടുത്തത് ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PPA സലാം അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഒറ്റ വാക്കിൽ ആശംസകൾ അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട CK നജാഫ്, ജനറൽ സെക്രട്ടറി MSF കേരള. അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂടത്തിനെതിരെ എന്നും വാക്കാലും പ്രവൃത്തിയാലും പോരാടിക്കൊണ്ട് തൻ്റെ കുഞ്ഞനിയന്മാരെ, MSF പ്രവർത്തകരെ രാഞ്ചാൻ വരുന്ന കഴുകന്മാരിൽ നിന്നും രക്ഷിച്ച് ചിറകിനടിയിൽ ഒതുക്കി ചേർത്തണയ്ക്കുന്ന CK നജാഫ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരവ് നിറഞ്ഞ നമ്മളുടെ നായകനും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ PK അബ്ദുള്ള സാഹിബ്, ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഊർജ്ജസ്വലമായ കമ്മിറ്റിക്ക് നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഏറെ ആദരണീയനായ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലാം സാഹിബ്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശോജ്വലമായ പ്രസംഗങ്ങൾക്ക് നാം കാതോർത്തിരുന്ന പ്രിയപ്പെട്ട ലീഡർ ഷാഹുൽ ഹമീദ് സാഹിബ്, നമ്മുടെ ഈ വേദിയിൽ അതിഥിയായി എത്തിയ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഉപാധ്യക്ഷൻ പ്രിയ സുഹൃത്ത് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ സാഹിബ്, പ്രിയപ്പെട്ട ഗഫൂർ ക, സമദ് ക, സക്കീന തക്കയിൽ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഷഫിൻ അഹമ്മദും അറക്കൽ നസീഫും, സുബൈർ തക്കയിലടക്കമുള്ള അഷ്ഫാഖും മുബീനും അടക്കമുള്ള സഹപ്രവർത്തകർ, സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും വളരെ ആവേശത്തോടുകൂടി ശാഖാ സംഗമങ്ങൾ നടന്നു വരികയാണ്. ഒരു വിദ്യാർത്ഥി സംഘം എന്ന തരത്തിൽ കാലോചിതമായ രാഷ്ട്രീയം വിദ്യാർത്ഥികളോട് സംവദിച്ച് ആധികാരികമായാണ് MSF സമ്മേളനത്തിലേക്ക് നടന്നു പോകുന്നത്. നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് റാഷിദ് സബാനും വേദിയിൽ വന്നിരിക്കുന്നു. സംഘാടകർക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. MSF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെമ്പർഷിപ്പ് എണ്ണത്തിലെത്തിയ ഒരു കാലമാണിത്.
നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് PK നവാസിൻ്റെയും സഹപ്രവർത്തകരുടെയും നേതൃപരമായ ഇടപെടലും ഓരോ ശാഖകളെയും MSF പ്രവർത്തകരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയും ഈ കാലങ്ങളിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളും ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പുമായി വീടുകളിൽ കയറിയിറങ്ങിയത്. ഈ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളും സംഘടിച്ച് ഈ സംഘബോധത്തിൻ്റെ കൂടെ ഉണരുവിൻ, ചേർന്ന് നിൽക്കുവിൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ ശാഖകളിലെയും വിദ്യാർത്ഥികൾ ഓരോ പുതിയ നവാഗതരെ പോയി കണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് കൈമാറുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് ഈ കാലത്ത് വിദ്യാർത്ഥികൾക്ക് പിടിക്കാൻ ആത്മവിശ്വാസത്തോടെ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പതാക, അത് MSF എന്ന ബോധ്യം നമുക്കുണ്ട്. വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളിൽ കൂടെ നിന്ന പ്രസ്ഥാനം, അവരുടെ പ്രതിസന്ധികളിൽ ചേർത്ത് വെക്കാൻ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം, വിദ്യാർത്ഥികളുടെ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ ക്യാമ്പസുകളിലും വഴിയോരങ്ങളിലും ചേർത്ത് വെക്കാൻ ഒരു പതാകയുണ്ടെങ്കിൽ, സർക്കാരിനോട് പോരാട്ടങ്ങൾക്ക് മുമ്പിൽ മടിയില്ലാതെ നോ പറയാൻ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ, അത് MSF എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന ചേർത്തുവെപ്പാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഈ സംഘബോധത്തിൻ്റെ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രഖ്യാപിച്ച മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ചേർത്ത് വെച്ച് രാഷ്ട്രീയം പറയേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടും നഗരവും ഈ സാഹചര്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പുള്ള ചരിത്രം അന്വേഷിച്ചു പോവാനാണ് ഞങ്ങൾ MSFകാരോട് പറഞ്ഞത്. നിങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ മുസ്ലിം ലീഗും ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനത്തെ ഒരുപക്ഷെ നോക്കിക്കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു പ്രത്യേകമായ ഒരു കോളമുണ്ട്. ആ കോളത്തിൽ 60 ചോദ്യങ്ങളാണുള്ളത്. ആ 60 ചോദ്യങ്ങൾ ആ നാടിൻ്റെ ചരിത്രം അന്വേഷിക്കുവാനുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാടും നഗരവും ഉണ്ടാക്കിയെടുത്ത ഈ പതാകയാൽ നമ്മൾ സാധ്യമാക്കിയ ഔന്നത്യമുള്ള ഒരു ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ 60 ചോദ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ നേർചിത്രമാണ് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ ആണിക്കീറാറില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രദേശങ്ങളിൽ ഓരോ സ്ഥാപനങ്ങൾ ഉയർന്നു വരാറില്ലേ? റോഡുകൾ ഉണ്ടാവാറില്ലേ? സ്ഥാപനങ്ങൾ ഉണ്ടാവാറില്ലേ? എല്ലാത്തിൻ്റെയും പിറകിൽ കൈകൾ ചേർത്ത് വെച്ച മഹാരഥന്മാരായ ഇന്നലെ നേതാക്കന്മാരെ അന്വേഷിക്കുകയാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ. MSFന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എൻ്റെ ദേശത്തിൻ്റെ കഥ എന്നത്. ഈ ദേശത്തിൻ്റെ കഥയിൽ ഓരോ MSFകാരനും ഈ രാജ്യത്തോട്, സമൂഹത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന രാഷ്ട്രീയം ഞങ്ങൾ ഈ നാടിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുമിച്ച് നിന്ന പദ്ധതിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്നത്. ഞങ്ങൾ മാറി നടന്നല്ല, ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയപരമായ ഔന്നത്യം ഉണ്ടാക്കാനല്ല, വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടിയല്ല. എല്ലാവർക്കും, ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെയും ഈ പതാക ചേർത്തുണ്ടാക്കിയ നേട്ടങ്ങൾക്കെല്ലാം ഭാഗമായിട്ടുണ്ട്. അതേതെങ്കിലും ഒരു മുസ്ലിമിനോ ഏതെങ്കിലും വിഭാഗക്കാരനോ മാത്രം അവകാശപ്പെട്ടതല്ല. എല്ലാവർക്കും ഈ പതാക ചേർത്ത് പിടിച്ചുണ്ടാക്കിയ നേട്ടത്തിന്റെ നിറകയിൽ നടന്നു പോകുമ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി എൻ്റെ ദേശത്തിന്റെ കഥ എന്ന പദ്ധതി ചേർത്ത് വെച്ചത്. അതിൽ പറയേണ്ടത്, എരഞ്ഞിയെങ്കിൽ ഗ്രാമത്തിന്റെ ഇന്നലകളെ അന്വേഷിച്ചു പോകുമ്പോ നമ്മൾ എണ്ണപ്പെടുന്ന ഈ സംസ്ഥാനത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കന്മാരുടെ പേരുകൾ വീണ്ടും എണ്ണാൻ പോവുകയാണ്. അവർ ജീവിതം കൊടുത്ത്, ജീവൻ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത് ഈ നാടിനെ സമർപ്പിച്ച പദ്ധതികൾ, സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ആ സ്ഥാപനങ്ങൾക്കൊക്കെ പിറകിൽ ജാഗ്രതയോടുകൂടി പതാക ഉണ്ടായിരുന്നു എന്ന ചരിത്രം നമ്മൾ ഈ സമൂഹത്തിൽ പറയേണ്ട കാലമാണെന്ന് MSF ചിന്തിക്കുകയാണ്. അത് മനോഹരമായി ഈ ശാഖാ കമ്മിറ്റി നിർവഹിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ട്. ലോകത്തെ കാലികമായ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ MSFകാരൻ അന്വേഷിച്ചു പോവേണ്ട ഒന്നാണ്. നമുക്കറിയാലോ, ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്ന ഒരു ലോകമാണ്. അമേരിക്കയിൽ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരാണ് നല്ലതെന്ന ചേർത്തുവെപ്പിനപ്പുറത്തേക്ക് നമ്മൾ ചില രാഷ്ട്രീയത്തെ അന്വേഷിച്ചു പോവേണ്ട ഒരു കാലമാണിത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ എലോൺ മസ്ക് എന്ന് പറയുന്നത് ലോകത്തെ സമ്പന്ന ശക്തിയുടെ മുഖമായി മാറി നിൽക്കുന്ന ഒരു പുതിയ കച്ചവടക്കാരനായി നമ്മൾ എണ്ണുകയാണ്. ആ എലോൺ മസ്കിന്റെ മകളെ ഒരു ദിവസം സമൂഹത്തിന് മുമ്പിൽ വന്ന് പറയുകയാണ്, ഞാൻ മകളല്ല,
ഞാൻ എലോൺ മസ്കിന്റെ മകളല്ല, ഞാൻ എലോൺ മസ്കിന്റെ മകനല്ല, ഞാൻ നാളെ മുതൽ മകളാണ് എന്നാണ്. എനിക്ക് പ്രായമാവുമ്പോ 18 വയസ്സ് തികയുമ്പോ ഞാൻ ഏത് ജെൻഡർ എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണെന്ന സാമൂഹ്യ ബോധം, ഞാൻ തന്നെയാണ് എന്റെ ജെൻഡർ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചിന്ത പകരുന്ന പുതിയ ചിന്തകൾ അമേരിക്കൻ മണ്ണിൽ സ്ഫോടനാത്മകമായ ചിന്തകൾ ഉണ്ടാക്കി. ലോകം കയ്യെറിഞ്ഞു വാങ്ങാൻ കഴിയുന്ന എലോൺ മസ്കിന് തന്റെ മകൻ മകളെന്ന് പ്രഖ്യാപിക്കുമ്പോ നോക്കി നിൽക്കേണ്ടി വന്നു. ഇത് അമേരിക്കയിലെ ഇടങ്ങളിൽ മാത്രം കാണുന്ന മാറ്റമല്ല, ലോകത്തെ എല്ലാ ക്യാമ്പസുകളിലും, ലോകത്തെ എല്ലാ ഇടങ്ങളിലും, എല്ലാ യൂണിവേഴ്സിറ്റികളിലും, എല്ലാ ഇടങ്ങളിലും അപകടകരമാവണ്ണം പുതിയ ചിന്തകൾ വരികയാണ്. ഞങ്ങൾ ആ ചിന്തയെ ചൂണ്ടിക്കാണിച്ചു MSFന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞത്, അങ്ങനെ ഒരു ചിന്ത കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവർക്ക് മുമ്പിലേക്ക് തടയണയായി MSF ഉണ്ടാവുമെന്നാണ്. നമ്മളുടെ സ്വതന്ത്ര ചിന്ത എന്ന വാദം ഉയർത്തിക്കൊണ്ട് ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചിന്തകളെ പാടില്ലെന്ന് പറയാൻ, നോ പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. സമ്പത്ത് കൈമുതലാക്കി ലോകം കീഴടക്കാൻ നടന്ന എലോൺ മസ്കിന് തന്റെ മകനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ആ പോരാട്ടത്തിൽ ട്രംപിന്റെ കൂടെ എലോൺ മസ്ക് നിന്നതിന്റെ പിറകിൽ അന്വേഷിച്ചു പോയാൽ ഈ ചിന്തയുണ്ട്. നമ്മൾ അന്വേഷിക്കേണ്ടത് വോക്ക് വൈറസ് എന്ന ഐഡിയോളജിയാണ്. വോക്ക് വൈറസ് എന്ന ഐഡിയോളജി ഈ ലോകത്തെമ്പാടും കയറി പിടിക്കാൻ പോകുന്ന പുതിയ ചിന്തയാണ്. അത് അമേരിക്ക പിന്തള്ളാൻ പോകുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത്. മെല്ലെ 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 നമ്മുടെ രാജ്യങ്ങളിലും ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇത് വരും. ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യബോധത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് മറന്നു പോകരുതെന്ന് MSF ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ക്യാമ്പസുകൾ, സ്കൂളുകൾ അവർ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും എവിടെയെങ്കിലും അവരുടെ ചിന്തകളിലേക്ക് ആസൂത്രിതമായി നമ്മളുടെ ചിന്തയെ വ്യതിചലിക്കാൻ പോകുന്ന സാഹചര്യത്തെ ഉണർത്തുന്ന ഏതെങ്കിലും ഇടപെടൽ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മളാണ്. വിശ്വാസികളാണ് നമ്മൾ. നമുക്കറിയാം നമ്മൾ മണ്ണിൽ നിന്നാണ് ഇത് വന്നത് എന്ന്. എന്നാൽ നമ്മൾ 6ാം ക്ലാസ്സുകാർ, ഇവിടെ ഇരിക്കുന്ന MSFകാർ, പഠിച്ചവരെല്ലാവരും നമ്മൾ പഠിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് അന്വേഷണത്തിൽ കുരങ്ങിൽ നിന്നാണ് എന്ന് പഠിക്കാറുണ്ട്. നമ്മൾ ഉത്തരം എഴുതുമ്പോ കുരങ്ങിൽ നിന്നും മാറി മാറി വന്ന് മനുഷ്യനായി മാറിയതെന്ന് ആൻസർ എഴുതുമ്പോഴും നമ്മുടെ കുട്ടികൾക്കറിയാം ഞാൻ മണ്ണിൽ നിന്നാണ് വന്നത് എന്ന്. ആ ബോധമാണ് നമ്മൾ നയിക്കുന്നത്. എന്നാൽ ആ ബോധത്തെ തകർക്കുമാറുള്ള ചിന്തകൾക്ക് പിറകിൽ സഞ്ചരിക്കുന്നവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ശത്രുവാവുക എന്നത് വലിയ കാര്യമല്ല. ശത്രുവിനെ നമുക്ക് നേരിടാൻ എളുപ്പമാണ്. ആരാണ് നമ്മുടെ ശത്രു എന്ന ബോധ്യമുണ്ടായാൽ അത് ഫാസിസ്റ്റുകളാവുമ്പോ അതിനെ നേരിടാൻ നമുക്ക് സാധ്യമാവുന്ന ഒന്നാണ്. എന്നാൽ ശത്രുവിനെ തിരിച്ചറിയാത്തവണ്ണം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ, ക്യാമ്പസുകളിൽ, മുദ്രാവാക്യങ്ങളിൽ, കൊടിയിൽ ഒക്കെയും തങ്ങളുടെ ഐഡിയോളജികൾ കൊണ്ടുവന്ന് വോക്ക് വൈറസിന്റെ ഐഡിയോളജി ഇന്ത്യയിലെയും കേരളത്തിലെയും ക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോ അവരോട് നോ പറയാനുള്ള പ്രഖ്യാപനമാണ് MSFകാരന്റെ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്തമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപടി വെല്ലുവിളികൾ ക്യാമ്പസിലും സമൂഹ പരിസ്ഥിതിയിലും നേരിടാൻ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെയും നമ്മൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുണ്ട്. ഈ ഇന്ത്യ രൂപീകരിച്ചു വരുമ്പോ എൻ്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ലീഗുകാർക്കപ്പുറത്തേക്ക്, അവർ സാമൂഹ്യ പാഠങ്ങളിൽ കണ്ടെത്തിയ നേരുകൾക്കപ്പുറത്തേക്ക് അവരന്വേഷിച്ച് എത്തിപ്പിടിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമാണ് ഈ സമ്മേളന കാലം എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ദേശത്തിന്റെ കഥ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മൾ എങ്ങനെ നമ്മളായി എന്നതാണ്. ഒരു ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന അന്വേഷണത്തിന്റെ കാലഘട്ടമുണ്ട്. അത് പട്ടിണിയുള്ള കാലമാണ്. ഒരുപക്ഷെ ഇന്ന് മതസംഘടനകൾ പരസ്പരം സംഘർഷം ഉണ്ടാക്കുന്ന കാലമല്ലേ? അജണ്ടകൾ അവസാനിച്ച് അവർക്കിടയിൽ വൈര്യങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. അതിനിടയിലാണ് നമ്മൾ MSFകാർ പറയേണ്ടത് ഐക്യബോധത്തോടുകൂടി പുതിയ അജണ്ടകൾ സൃഷ്ടിക്കേണ്ട കാലമാണ് MSFകാർ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മൾ ഈ സമൂഹത്തിൽ പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ നേരിട്ട പ്രതിസന്ധികളെ ഓർമ്മപ്പെടുത്താൻ ഈ വേദിയിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യ വിഭജിച്ച് ഇന്ത്യയിൽ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാവുമ്പോ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. 3 സാധ്യതകളാണ് ഇന്ത്യയിലെ മുസ്ലിമിനെ ചേർത്ത് വെക്കാൻ, രാഷ്ട്രീയപരമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന 3 ഐഡിയോളജിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങൾക്ക് മുമ്പ് നേതൃപരമായ പങ്കുവഹിച്ച ജവഹർലാൽ നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും നേതൃപരമായ പങ്കുവഹിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ഒരു ഭാഗത്തുണ്ട്,
എന്നാൽ അവകാശ പോരാട്ടങ്ങളിൽ ഒരു മുസൽമാന്റെ അവകാശങ്ങളെ ഉന്നയിക്കാൻ സാധ്യമാവാത്ത ഒരു പാർട്ടിയായി ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയ. ഈ രാജ്യത്തിനോട് ചേർത്ത് വെപ്പ്, ഈ രാജ്യത്തിന്റെ ഭാഗമായുള്ള ജോലി, ഈ രാജ്യത്തിന്റെ ഭാഗമായൊക്കെയും നമുക്ക് അനുവദിക്കാനോ പങ്കെടുക്കാനോ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച ഒരു ഐഡിയോളജി. ആ ഐഡിയോളജി കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഈ രാജ്യത്തിന്റെ സംഹിതയോട് ചേർന്ന് നിൽക്കുമ്പോ അത് നമ്മൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് നമുക്കങ്ങ് സ്വർഗത്തിന്റെ അടുക്കലേക്ക് പോവാൻ കഴിയില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. മൂന്നാമത്തെ ഒന്ന് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുന്നോട്ട് വെച്ച നമ്മളുടെ ഐഡിയോളജിയാണ്, മുസ്ലിം ലീഗ് എന്ന ഐഡിയോളജിയാണ്. അത് പറഞ്ഞത് സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ഔന്നത്യമായി ഈ സംഘബോധത്തെ ഉണർത്തിക്കൊണ്ടുവരിക, വിശ്വാസപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ജീവിക്കാനുള്ള സുരക്ഷിത ബോധം അവരുണ്ടാവുക, അവരുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടുക, അവരുടെ വ്യക്തി ജീവിതത്തിൽ സംശുദ്ധമായ ഇടപെടൽ സാധ്യമാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക. ഇങ്ങനെ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യയുടെ മുസൽമാന്റെ ശബ്ദമായി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നാണ്. ആ പ്രഖ്യാപനത്തിന്റെ കൂടെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ചേർന്ന് നിന്നു. ഇന്നത്തെ അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ല എന്ന് അറിയാലോ. നമുക്ക് പട്ടിണിയാണ്, പരിവട്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉറി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നമ്മുടെ അടുക്കളയുടെ അടുത്ത് എന്റെയൊക്കെ വീട്ടിലൊക്കെ സ്വാഭാവികമായി അന്തരാളത്തിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഉറി എന്ന് പറയുന്നത്. പലർക്കും അറിയാം. ഉറിയിൽ ഒരു പിടി അരി കിട്ടുമ്പോ ബാക്കിയാവുമ്പോ അത് കൊണ്ടുപോയി ഉറിയിലിടും. എന്തിനാണത്? പട്ടിണിയുള്ള ദിവസം വരുമെന്നറിയാം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്? ഇന്ന് ഒരു മൊബൈൽ ഫോണിൽ മാസങ്ങൾക്കും വർഷങ്ങൾക്കുമായി റീചാർജ് ചെയ്യുന്ന കാലമാണ്. മൊബൈൽ ഫോണിൽ പോലും 1ഉം 2ഉം വീടുകൾ മാറിയെടുക്കുന്ന കാലമാണ്. മാറിയെടുക്കാൻ വസ്ത്രങ്ങൾ, കളിക്കാനൊന്ന്, കല്യാണത്തിനൊന്ന്, നോർമലായി യൂസ് ചെയ്യാനൊന്ന്, പള്ളിയിൽ പോവാനൊന്ന്, ഇത്രമേൽ സാധ്യമായ ഒരു തലമുറയായി നമ്മൾ മാറിയിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത്, പട്ടിണിയുള്ള ഒരു കാലത്ത്, അന്നത്തെ പ്രതിസന്ധികളെ മുഴുവൻ കണ്ടു നിൽക്കുമ്പോഴും അവരോട് എല്ലാ തെരുവുകളിലും വന്ന് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നമ്മൾ ഈ പള്ളികളിലേക്ക് സംഭാവന നൽകുമ്പോൾ പഴയ കാലത്ത് നമ്മളൊക്കെ നമ്മുടെ പറമ്പുകളിൽ വഖഫായി, നമ്മുടെ വീടുകളിലുള്ള ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ, തെങ്ങ് വഖഫായി കൊടുക്കും. എന്തിനാത്? സമ്പത്ത് സമൃദ്ധമായുള്ള കൈയല്ല ആരുടേതും. ഞാൻ എരഞ്ഞിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സമ്പത്ത് സമൃദ്ധിയായി ഇല്ലാത്ത ഒരു കാലം സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് നിന്നും നമ്മൾ വഖഫായി നമ്മളുടെ വീട്ടിന്റെ മരങ്ങൾ, ഈ തെങ്ങുകൾ കൊടുക്കുന്ന കാലം. ആ കാലത്ത് അതിന്റെ വിഭവങ്ങൾ ഓരോന്നായി ശേഖരിച്ചിട്ട് നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കൂ എന്ന CH-ന്റെ പ്രസംഗം എത്രമേൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോ അതിന്റെ തെരുവിൽ നിന്നും ആ ജനങ്ങളെ മുഴുവൻ നോക്കി നിന്ന് CH പറഞ്ഞത് നിങ്ങളുടെ പറമ്പിലെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ കൊണ്ടുവരൂ എന്നാണ്. നിങ്ങൾ നോക്ക്, നാണയത്തൊട്ടുകൾ ചേർത്ത് വെക്കാൻ കഴിയാത്ത, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി സൗകര്യമില്ലാത്ത ഒരു സമുദായത്തിന്റെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ന് എവിടെ എത്തി? ഇന്ന് ക്യാമ്പസുകളിൽ മുഴുവൻ നിറഞ്ഞാടുന്ന നമ്മുടെ കുട്ടികൾ, അവർ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ക്യാമ്പസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് MSF-കാരന്റെ സാന്നിധ്യമുണ്ട്. വെറുതെ സാധ്യമായതാണോ? അല്ലല്ലോ. നമ്മുടെ ഈ സമുദായം ഒരുപാട് മനുഷ്യരുടെ വിയർപ്പുകൾ, സമ്പാദ്യങ്ങൾ ഒക്കെയും എല്ലാം പുൽകിയാണ് നമ്മൾ നേടിയത്. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് നിന്നാണ്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ പാണ്ഡികശാല ദൂരെയൊന്നുമല്ലല്ലോ. കോട്ടയത്തങ്ങാടി ചരിത്രം പരിശോധിച്ചാൽ കോട്ടയത്തങ്ങാടിയുടെ തെരുവിൽ എങ്ങനെയാണ് ആ അങ്ങാടി നിയന്ത്രിക്കപ്പെട്ടത് എന്ന് ചരിത്രം നമ്മൾ അന്വേഷിക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യരിലും കച്ചവടം എങ്ങനെയാണ് തങ്ങളോട് ചേർത്ത് വെക്കുന്നതെന്ന രാഷ്ട്രീയത്തെ ഈ MSF-കാരന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിലെ ഓരോ ഇടങ്ങളിൽ നിന്നും വിഭവങ്ങൾ ശേഖരിക്കും. എല്ലാ വിഭവങ്ങളും കൊണ്ടുപോയി കോട്ടയത്തങ്ങാടിയിലും തലശ്ശേരിയിലെ പാണ്ഡികശാലയിലും കൊണ്ടുപോയി വെക്കും. ലോകത്തെ വ്യത്യസ്ത മേഖലയിൽ നിന്നും വരുന്ന കച്ചവടക്കാർ അവർ കത്ത് മുഖേന, അവർ കപ്പൽ മുഖേന അവർ ഓഫറുകൾ നൽകും. ആ ഓഫർ പ്രകാരം തങ്ങൾ ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ പാണ്ഡികശാലയിൽ നിന്നും ആ കപ്പലിൽ കൊണ്ടുപോയി കൊടുക്കും. എപ്പോഴാണോ അവിടെ എത്തുന്നത് അവിടെ നിന്ന് പണം നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. ഇത് വളരെ ഏറ്റവും പ്രയാസകരമായ, അപകടകരമായ, കച്ചവടത്തിൽ റിസ്കായ ഒരു ചിന്തയാണ്. ഈ നാടങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറകിലെ പുതിയ വിദ്യാർത്ഥികളോട് പഠനത്തോടൊപ്പം നമ്മുടെ ബ്ലഡിൽ ചേർന്ന് നിന്ന കച്ചവടം ചെയ്യുക തന്നെ ചെയ്യണം.
അത് നമ്മൾക്ക് ആത്മവീര്യം ചേർത്ത് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രബോധത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും MSF-കാരൻ പുതിയ കാലത്ത് ചിന്തയോടൊപ്പം ചേർത്ത് നിൽക്കേണ്ട സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞുപോയ നാളുകളിൽ നമ്മളിൽ പുതിയ ക്യാമ്പസ് ചിന്തയിൽ നിന്നും ചേർത്ത് വെക്കേണ്ട ഒന്ന്, ക്യാമ്പസിൽ പുതിയൊരു ചിന്തയുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ 23 ക്രോമോസോം ചേർന്നാണ് ഒരു പുതിയ കുട്ടി ഉണ്ടാവുന്നത്. എല്ലാവർക്കും അറിയാലോ, 46 ക്രോമോസോം ചേർന്ന് ഒരു പുതിയ കുട്ടി ഉണ്ടാവുന്നു. ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റിയിലെ ഞാൻ നേരത്തെ പറഞ്ഞ ബോക്കോ വൈറസിന്റെ ചിന്ത എന്താണ്? ആ ചിന്തയിൽ പറയുന്നത് ജനിച്ചു വീഴുന്നതോടുകൂടി അയാൾ വേർപെട്ടു എന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത്, സയൻസ് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഒരു തലമുറയിൽ സംശീകരിച്ചതിന്റെ തുടർച്ചയുണ്ടാവും എന്നാണ്. വായിച്ചു ചീർത്തതിന്റെ തുടർച്ചയുണ്ടാവും, പറഞ്ഞു ചീർത്തതിന്റെ തുടർച്ചയുണ്ടാവും. പറഞ്ഞതിന്റെ തുടർച്ച, വായിച്ചു ചീർത്തതിന്റെ തുടർച്ച, ഇതൊക്കെയും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വരും. ഞാനാണെന്ന് പറയേണ്ടത് ഞാനല്ല, എന്നിൽ ജൈവികമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്മന അത് പറയേണ്ടതാണ്. എന്നതുപോലെ ഉപ്പയുണ്ടെന്നും ഉമ്മയുണ്ടെന്നും കുടുംബമുണ്ടെന്നുമുള്ള ബോധം ഈ സമൂഹത്തെ ഉണർത്തേണ്ട കാലമാണ്. അങ്ങനെ ഐക്യബോധത്തോടു കൂടി ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമാവണം. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ ധ്വംസനം നമ്മളെ വേദനയോടെ കണ്ട ഒരു കാലമാണ്. അത് കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ലെന്നും രാഷ്ട്രീയം ഇതുവരെ ഇന്ത്യയിൽ സാധ്യമായതൊക്കെയും ചെയ്യാൻ പരിശ്രമിച്ച ഫാസിസ്റ്റുകൾക്ക് മുമ്പിലേക്ക് പുതിയ അജണ്ടയുമായി വരുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസമാണ് പൊട്ടിക്കരഞ്ഞ ദുഷ്യന്തവയെ നമ്മൾ കാണുന്നത്. ഈ രാജ്യം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണത്. ധവയുടെ കരച്ചിൽ. ആരാണ് ധവ? ധവ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ പോരാട്ട നായകനായി ഈ ഒരു വക്കീൽ പെർഫോം ചെയ്യുന്ന ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം നമ്മൾ നിരന്തരമായി വാച്ച് ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ കരൺ താപ്പറുമായുള്ള ധവയുടെ ഇന്റർവ്യൂവിൽ ധവ പൊട്ടിക്കരഞ്ഞു പോകുന്ന വാചകം ഇതാണ്: ഞാൻ ഈ രാജ്യത്തിന്റെ അവസ്ഥയോർത്ത് വിലപിക്കുകയാണ്, ഞാൻ ഏറെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പൂന്തോട്ടം വേദിയിൽ വരുന്നുണ്ട്, വളരെ വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വയറിൽ ആ ഇന്റർവ്യൂ കാണാം. ധവ പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം അപകടകരമാവുന്ന വിധത്തിലേക്ക് എത്തിച്ചത് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന നമ്മളുടെ ഈ രാജ്യത്തെ ഉണ്ടായിരുന്ന മുൻ ഈ നേതൃപരമായ പങ്കുവഹിച്ച ആളാണ്. അങ്ങനെ ഒരാൾ മുന്നോട്ട് കൊണ്ടുവച്ച ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വീണ്ടും ഭയാനകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ രാജ്യത്തിന്റെ ഭാവിയോർത്ത് വിലപിക്കുകയാണ്, ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയോർത്ത് വിലപിക്കുകയാണ്. അവരുടെ വേദന കാണാതിരിക്കാൻ സാധ്യമല്ല എനിക്ക്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്ന രാഷ്ട്രീയത്തെ ചേർത്ത് വെക്കാൻ ധവ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറയുന്നത് ഇതിനേക്കാൾ പ്രതിസന്ധികൾ നമുക്കുണ്ടാവുമെന്നറിയുമായിരുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ പോരാട്ടത്തിന്റെ കൂടെ ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗുകാരന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നിങ്ങൾ ഓർത്തു നോക്ക്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പോരാട്ട ഭൂമികയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന്, ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നടത്തുമെന്ന്, ഞങ്ങളുടെ നന്മ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുമെന്ന്, ഞങ്ങൾ സമ്പത്ത് കാസൂക്ഷിക്കാൻ പോരാടുമെന്ന് അന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ പോരടിച്ച നേതാക്കന്മാരാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. ഇന്നും അതിന്റെ ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു പിടി ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ട MSF-കാരുടെ മുമ്പിൽ ഞാൻ പറയുന്നു, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും. ഞാൻ പ്രിയപ്പെട്ട MSF-കാർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ നമുക്കറിയില്ലേ? ഇസ്രായേൽ ഒരുപാട് അക്രമങ്ങൾ ഫലസ്തീനിൽ നടത്തുന്നു. ഫലസ്തീന്റെ അക്രമത്തിനിടയിൽ ഒരു വീഡിയോ ഞങ്ങൾ കാണുകയുണ്ടായി. റിയ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇതുപോലൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആ കുട്ടി ബ്ലോഗ് ചെയ്യുകയാണ്. ആ ബ്ലോഗിൽ ആ കുട്ടി നമ്മളൊക്കെ ഈ ദോശയൊക്കെ മറച്ചിടുന്നത് പോലെ ആ കുട്ടി ബ്ലോഗിൽ തന്റെ ഈ ഉപകരണം വെച്ച്, ചട്ടോൻ വെച്ച് ദോശ മറച്ചിടുന്നത് പോലെ ഏതോ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ്. പെട്ടെന്നൊരു ബോംബ് സ്ഫോടനം നടക്കുകയാണ്. കുട്ടി ഒന്ന് ചെരിഞ്ഞു. ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷമുള്ള പുക നമുക്ക് കാണാം. പക്ഷേ ആ സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും അതൊരു ബോംബാണ്. തുടർന്ന് വീണ്ടും ആ കുട്ടി ബ്ലോഗ് ചെയ്യുകയാണ്. എത്ര പ്രതിസന്ധിയാണ്. നമുക്കൊക്കെ ഒരു പക്ഷേ ബോംബ് അറിയാം. ഇത് നമ്മളൊക്കെ പുറത്തൊക്കെ പോയാൽ ഈ ബോംബുള്ള നാട്ടിൽ നിന്നല്ലേ എന്ന് നമ്മോടൊരു വീര്യം, അവർക്കൊക്കെ സ്നേഹം തോന്നും. അതൊക്കെയുണ്ട്. എന്നാൽ ഈ ഫലസ്തീന്റെ മണ്ണിലെ ആ കുട്ടി ഏതൊക്കെ പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത്. ലോകത്ത്, സിറിയയിൽ, മറ്റനേകം രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായി നിൽക്കുന്ന സമൂഹത്തെ ആക്രമിക്കപ്പെടുമെന്നറിയാം. അതറിഞ്ഞു തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും മടിയില്ലാതെ പൊരുതുന്നുമെന്ന് പ്രഖ്യാപിച്ച മുന്നോട്ട് പോക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. സംരക്ഷിക്കപ്പെടുമെന്ന തോന്നലല്ല, ഭയപ്പെടുമ്പോഴും തൗഹീദോടെ
നിൽക്കുമ്പോഴാണ് അത് അംഗീകാരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ വിശ്വാസപരമായ അജണ്ടകൾ മുന്നോട്ട് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാവും, നമുക്കറിയാം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒറ്റപ്പെട്ടു പോവരുതാരും എന്ന് ലീഗ് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് പതാക വിജയിച്ച് ഈ വഴികളിലൂടെ സഞ്ചരിച്ച് മുദ്രാവാക്യം വിളിച്ചു പോയാലും, നമ്മൾ ആർക്കൊക്കെ വോട്ട് ചെയ്താലും നമുക്കറിയാം, നമുക്ക് നമ്മളേ ഉള്ളൂ. ഈ പതാക പിടിച്ചല്ലാതെ നമുക്ക് വിജയ വഴിയിലേക്ക് പോവാൻ സാധ്യമല്ല. ഒരു അഭിമാനകരമായ ജീവിതം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമുക്ക് തന്നു. സിദി സാഹിബ് നമുക്ക് പകർന്നു, നമുക്ക് ചേർത്ത് വെച്ചു. ആ പതാകയുമായി വരും നാളുകളിൽ ഒരു തലമുറക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം ഈ തലമുറയിൽ അധിഷ്ഠിതമാണ്. ഞങ്ങൾ MSF-കാരെ പറയുന്നു, ഈ പതാക ചേർത്ത് വെച്ചുണ്ടാവുന്ന രാഷ്ട്രീയത്തിന്റെ ഔന്നത്യം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ ക്യാമ്പസിലും സ്കൂളുകളിലും മാത്രമല്ല, ഞങ്ങളുടെ ചിന്തയിൽ വരെ ഈ പതാകയാൽ സാധ്യമായ ഒരു ഔന്നത്യബോധമുണ്ട്. ആ ബോധത്തെ ചേർത്ത് വെച്ച് പറയട്ടെ, വരും നാളുകളിലും പ്രതിസന്ധികളേറെ ഉണ്ടായാലും ഈ പതാക ചേർത്ത് വെച്ച് ഈ തെരുവിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന ആയിരങ്ങളിൽ ഞങ്ങൾ ഈ കൂട്ടം ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഇന്നലകളിലെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ച പ്രയാസങ്ങളെ ഞങ്ങൾ തിരിച്ചറിവുണ്ട്. അതിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞങ്ങൾ ചേർത്ത് വെക്കും. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചവരാണ്. പ്രതിസന്ധി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളിൽ തുച്ഛമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞവരാണ്. ഞങ്ങളെ തള്ളിയവരോട്, പിന്തള്ളിയവരോട്, മാറ്റി നിർത്തിയവരോട് ഞങ്ങൾക്ക് വെറുപ്പില്ല കേട്ടോ. ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. വാർത്തകൾ കാണാറില്ല ഞങ്ങൾ അവഗണിച്ചവരെന്ന്, ഞങ്ങൾ തള്ളിപ്പറഞ്ഞവരെന്ന്, ഞങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാത്തവരെന്ന് ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ട്. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ പോലും അതുണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ ഞങ്ങൾക്കൊരു ബോധമുണ്ട്. അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, ന്യൂനപക്ഷത്തിന്റെ അവിഭാജ്യമായ അവരുടെ ഒരു ചിന്തയുണ്ട്. ഞങ്ങൾ സുരക്ഷിതരാണെന്ന്, ഞങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല, ഞങ്ങളുടെ കൂടെ ലീഗ് ഉണ്ടെന്നുള്ള ചിന്ത, ആ ചിന്ത ഞങ്ങൾ പകരുക തന്നെ ചെയ്യും. അതിലൂടെ പുതിയ സമൂഹത്തിന് മനോഹരമായ ഒരു റിപ്പബ്ലിക്കൻ കാലം ഞങ്ങൾ നേടിയെടുക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒറ്റ കാര്യം, പ്രിയപ്പെട്ട MSF-കാരെ, എന്തൊക്കെ ഒളി അജണ്ടകൾ നമുക്കിടയിൽ കൊണ്ടുവന്നാലും, ഏതൊക്കെ താല്പര്യത്തിന്റെ പുറത്ത് സംഘടനകൾ മുറിഞ്ഞില്ലാതായി നമ്മളെ പരസ്പരം ഭിന്നിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചാലും ഇല്ല, നമുക്ക് ഭിന്നതയുടെ രാഷ്ട്രീയം ഇല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കും. അതിൽ ഏത് സംഘടനക്കാരനും, ഏത് മതസംഘടനകളെ ഇഴകീർത്തി പരിശോധിക്കുന്നവരെയും നമ്മുടെ മുമ്പിൽ നമുക്കില്ല. നമുക്കുള്ളത് മുസ്ലിം ലീഗ് എന്ന ഉമ്മത്തിന്റെ പതാകയാണ്. ആ പതാക ഞങ്ങൾ ചേർത്ത് പിടിക്കും. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടിയല്ല കേട്ടോ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അതിനുവേണ്ടി MSF-കാരെ സജ്ജമാക്കുന്ന പോരാട്ടത്തിൽ ഈ നാട് കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങളോട് നന്ദിയുണ്ട്. എരഞ്ഞിൻ്റേൽ എന്ന് പറയുന്നത് അഭിമാന സ്ഥലമാണ്. ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക്, ചിന്തകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണ തരുന്ന നാടാണ്. ഈ നാടിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാലം എന്ന MSF-ന്റെ എരഞ്ഞിങ്കിൽ ശാഖാ കമ്മിറ്റിയുടെ പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാ നേതാക്കന്മാരുടെയൊക്കെ സമ്മതത്തോടുകൂടി നിർവഹിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട CK നജാഫിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് MSF-ന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും സ്നേഹാദരവുകളാണ്. മൊമെന്റോ സമ്മാനമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി തെക്കയിൽ സക്കീനയ്ക്ക്, ബഹുമാനപ്പെട്ട പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബ് സംസ്ഥാന മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട PK പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബ് ആദരവ് സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാം അഭിമാനമായ ആദർശാധിഷ്ഠിത സ്ത്രീത്വത്തിൻ്റെ ശബ്ദമായ ബഹുമാനപ്പെട്ട തെക്കയിൽ സക്കീനയ്ക്ക് നമ്മുടെ ഈ നാട്ടുകൂട്ടത്തിൻ്റെ തലവൻ, നമ്മുടെ പീസ് ഓഫ് കടവത്തൂർ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബ്
ആദരവ് നൽകുകയാണ്. അടുത്തത് ബഹുമാനപ്പെട്ട തെക്കയിൽ സക്കീന അവർക്ക് ശാഖ MSFന്റെ വകയായി PPA സലാം ഉപഹാരം സമർപ്പിക്കുന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റായ ബഹുമാനപ്പെട്ട PPA സലാം അവർകളാണ് നൽകുന്നത്. അടുത്തത് മുഹമ്മദ് നിയാദ് CMA USA ക്വാളിഫൈഡ് മുഹമ്മദ് നിഹാദിന് ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷിബു മീരാൻ അവർകളാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഷിബു മീരാൻ ആദരവ് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗണിതമേളയ്ക്ക് ഏറ്റവും നല്ല ഉയർന്ന വിജയം കരസ്ഥമാക്കിയ ഗണിതമേളയിൽ നിദാ നംഹീൻ ഇവിടെ എത്തിയിട്ടില്ല. അടുത്തത് ഫൈഹ ഫത്തീൻ ജില്ലാ കലോത്സവത്തിൽ ഉന്നത വിജയം നേടിയ ഫൈഹ ഫത്തീന് ബഹുമാനപ്പെട്ട CK നജാഫ് സമ്മാനം നൽകുന്നു. അടുത്തത് ജില്ലാ കലോത്സവത്തിലെ വിജയിയായ ഫദ്വ ദാവൂദിന് ബഹുമാനപ്പെട്ട PK ഷാഹുൽ ഹമീദ് അവർ സമ്മാനം നൽകുന്നു. അടുത്തത് ജില്ലാ കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ച ഫൈഹ ഫാത്തിമയ്ക്ക് ബഹുമാനപ്പെട്ട റാഷിദ് സബാൻ ഉപഹാരം സമർപ്പിക്കുന്നു. അടുത്തത് ജില്ലാ കലോത്സവത്തെ തന്നെ ഷേഖ ഫാത്തിമയ്ക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സക്കീന തക്കയിൽ ആദരവ് സമർപ്പിക്കുകയാണ്. നിദാ നംഹീൻ സംസ്ഥാന ഗണിതമേളയ്ക്ക് ഏറ്റവും ഉന്നത വിജയം നേടിയ നിദാ സംഹീന് ബഹുമാനപ്പെട്ട സഹദുദ്ദീൻ പി കെ ഉപഹാരം സമർപ്പിക്കുന്നു. അടുത്തത് ജില്ലാ കലോത്സവത്തിൽ ഉന്നത വിജയം കാഴ്ചവെച്ച ഹിമ അബ്ദുല്ലയ്ക്ക് ബഹുമാനപ്പെട്ട M ഗഫൂർ സാഹിബ് ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാര സമർപ്പണം ഇവിടെ അവസാനിച്ചു. ഉപഹാരം ഏറ്റുവാങ്ങിയവർക്കും ഉപഹാരം നൽകിയവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് അർത്ഥമുള്ള ധ്വനികളെ കൊണ്ട് വാക്കുകളുടെ മാനകോർത്ത് നമ്മെ അണിയിക്കുന്നു ബഹുമാനപ്പെട്ട റാഷിദ് സബാൻ MSF കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റാഷിദ് സബാനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ MSFന്റെ ശാഖാ പ്രസിഡന്റ് ഷഫിൻ അഹമ്മദ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് സാഹിബ്,
പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബ് അടക്കമുള്ള നേതാക്കൾ, നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ഷിബു മിരാൻ സാഹിബ്, വേദിയിലുള്ള MSFൻ്റെ നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹപ്രവർത്തകരെ, MSFൻ്റെ ഒരു ശാഖാ സമ്മേളനത്തിനെ എത്രമേൽ പ്രൗഢമാക്കാൻ സാധിക്കുമോ അതിൻ്റെ പരമാവധിയിലേക്ക് നിങ്ങൾ ഈ ശാഖാ സംഗമത്തെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരത്തിനെ ഉപയോഗപ്പെടുത്തുകയാണ്. MSF സംസ്ഥാന കമ്മിറ്റി മെമ്പർഷിപ്പ് പ്രഖ്യാപിച്ച സമയത്ത് മലപ്പുറത്തെ അല്ലെങ്കിൽ കോഴിക്കോട് ഞങ്ങളുടെ കൊടുവള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളോട് കണ്ണൂരിൽ നിന്നൊരു നിയോജക മണ്ഡലം മത്സരിക്കുന്നു. സംസ്ഥാനത്തെ മെമ്പർഷിപ്പിൻ്റെ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ 10-ൽ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിനെ കാണാം. ഞങ്ങളൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇടതുപക്ഷം അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലമെന്ന് അവകാശപ്പെടുന്ന കൂത്തുപറമ്പിൽ എങ്ങനെയാണ് ഇത്രയധികം മെമ്പർഷിപ്പുകൾ ഉണ്ടാകുന്നതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതേപോലെയുള്ള 2 ശാഖകൾ മതി എന്നുള്ളത് മാത്രമാണ്. വളരെ മനോഹരമായാണ് ആ ദൗത്യത്തിന് നിങ്ങൾ നിർവഹിച്ചു പോയത്. MSFൻ്റെ ശാഖാസംഗമം സമകാലിക രാഷ്ട്രീയങ്ങളെ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നൊരു ബഹുസ്വര രാജ്യം, മതജാതി വർണ്ണങ്ങളാൽ എൻ്റെ രാജ്യം ഒരു പൂന്തോട്ടം എന്ന് വരികൾ എഴുതി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാട്. ഈ രാജ്യത്തിന്റെ അമ്പലനടകൾ എന്നെ ആട്ടിയിറക്കിയാൽ ഇവിടെയുള്ള മുസൽമാന്റെ പള്ളികൾ എനിക്ക് അഭയം നൽകുമെന്ന് പ്രഖ്യാപിച്ച തുളസീദാസിന്റെ നാട്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര മഹാരാജ്യം ഒരു പ്രക്ഷുബ്ധമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് MSF ഇങ്ങനെ പ്രൗഢമായ ഒരു നാടിങ്ങനെ പ്രൗഢമായ ഒരു സംഘവുമായി ഇരിക്കുന്നത്. സംഘപരിവാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തിന്റെ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ കൃത്യമായി നിരന്തരമായി അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്കറിയാം. ആദ്യം അവർ പറഞ്ഞു, രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ ഗുലാം മഹമ്മൂദ് ബനാത്ത് വാല എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു പാസാക്കിയ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന 991 നിയമത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് RSSഉം സംഘപരിവാറും രാജ്യത്ത് പുതിയൊരു ധ്രുവീകരണത്തിന്, ഒരു കലാപത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ 2021 അവർ പറഞ്ഞു, ഗ്യാൻബാബി പള്ളിയുടെ അന്തരങ്ങളിൽ അതിന്റെ ഉള്ളിൽ ശിവലിംഗമുണ്ട്, അത് മാന്തണമെന്ന് പറഞ്ഞപ്പോ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രാജ്യത്തിന്റെ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി സംഘപരിവാറിന് അതിനുള്ള അനുമതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് ഓരോ ദിവസവും, ഈ ആഴ്ച വളരെ പ്രധാനമാണ്, ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ മസ്ജിദുകൾക്ക് മേൽ രാജ്യത്തെ സംഘപരിവാറും ഈ തീവ്ര ഹിന്ദുത്വവാദികളും അധികാരമുന്നയിക്കുന്ന അവരുടെ പൈതൃകം പറയുന്ന ഒരു കാലത്ത് ആദ്യം ഗ്യാൻബാബിയെങ്കിൽ, പിന്നെ മധുരയെങ്കിൽ, പിന്നെ ഷാഹി മസ്ജിദിന്റെ ചരിത്രഭൂമിയിലേക്കെങ്കിൽ, ഇന്നലെ പിന്നെ ഗ്യാൻബാബി പള്ളിയുടെ മുനാരങ്ങൾക്ക് നേരെയെങ്കിൽ, ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനം പോലെ പറയുന്ന അജ്മീർ ദർഗക്ക് മേലും അവർ ആരോപണം ഉന്നയിക്കുന്ന, അവർ പൈതൃകം ഉന്നയിക്കുന്ന ഒരു കാലത്ത് മുസ്ലിം വിദ്യാർത്ഥിത്വത്തിന്, MSFകാരന് ചെയ്തു തീർക്കാനുള്ള ദൗത്യങ്ങൾ ഏറെയുണ്ടെന്ന പ്രഖ്യാപനമാണ്. സംഘപരിവാർ
ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം സംഘപരിവാറും തീവ്ര ഹിന്ദുത്വവും രാജ്യത്തിന്റെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ ന്യൂനപക്ഷത്തിനെ വേട്ടയാടി മനുസ്മൃതിയിലേക്ക്, പഴയ സംസ്കാരങ്ങളിലേക്ക്, ശിലായുഗ സംസ്കാരത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിനെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ തീവ്ര ഹിന്ദുത്വത്തിന്റെ വോട്ടിന് വേണ്ടി UP പോലെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ജീവൻ കൊണ്ട് അമ്മാനമാടുമ്പോ രാജ്യത്തെ സംഘപരിവാറിനെ എതിർക്കുന്നവർ മുന്നിൽ നിൽക്കുന്നുവെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നിരന്തരമായി ഉരിയാടുമ്പോഴും അവരുടെ പ്രഖ്യാപനങ്ങൾ എന്താണ്? അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? നരേന്ദ്രമോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ വലിയ വായിൽ വർത്തമാനം പറയുന്ന പിണറായി വിജയൻ, വലിയ വായിൽ വർത്തമാനം പറയുന്ന MV ഗോവിന്ദൻ, അവരുടെ പ്രവർത്തനങ്ങൾ സംഘപരിവാറിന് വിടുവേല ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനത് വെറുതെ പറയുന്നതല്ല, വെറുതെ ഒരു ആരോപണത്തിന് പറഞ്ഞു പോകുന്നതല്ല. നിങ്ങൾ പഠിക്കുക. കേരളത്തിന്റെ സമീപകാലത്തുണ്ടായ RSSുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നിങ്ങൾ പഠിക്കുക. പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായി കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഓരോ മേഖലയിലും ഉണ്ടായ വ്യത്യസ്തമായ മാറ്റങ്ങൾ നിങ്ങൾ നോക്ക്. കാസർകോട്ടെ ചെറിയ ചൂരയിലെ മൊഹ്യുദ്ദീൻ പള്ളിയിൽ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, പാതിരാത്രിയിൽ അദ്ദേഹം പള്ളിയുടെ അകത്തളങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോ അജ്ഞാതരായ 4 പേർ, 4 സംഘപരിവാറിന്റെ പ്രവർത്തകർ, മുന്നേ റിയാസ് മൗലവിയെ ഒരു പരിചയമില്ലാത്ത 4 പേർ, ആ 4 പേർ മുൻ പരിചയമില്ലാത്ത റിയാസ് മൗലവിയെ കാസർകോട്ടെ പള്ളിയിൽ കയറി ക്രൂരമായി കഴുത്തറുത്ത് കൊന്നുകളയുകയാണ്. ക്രൂരമായി കഴുത്തറുത്ത് കൊന്നുകളഞ്ഞ ശേഷം കേരളത്തിന്റെ തെരുവീതികളിൽ നിരന്തരമായ രാഷ്ട്രീയമായ സംവാദങ്ങൾ ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ, ആ കേസ് അന്വേഷിക്കാൻ പള്ളിയിൽ കയറി ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് ആ കേസുകളിൽ 90 ദിവസം കൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം പൂർത്തിയാക്കി. എന്നിട്ടോ കുറ്റപത്രം സമർപ്പിച്ചു. 97 സാക്ഷികളുള്ള കുറ്റപത്രം, 215-ലധികം രേഖകളുള്ള കുറ്റപത്രം, 40-ലധികം സാക്ഷികളെ ഹാജരാക്കി. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, പോലീസ് ഹാജരാക്കിയ ഒരു കുറ്റപത്രത്തിന്റെ പുറത്ത് RSSുകാരായ 4 പ്രതികൾ, ആ 4 പ്രതികളെ ഇന്ന് നിങ്ങൾക്ക് കേരളത്തിന്റെ തെരുവീതികളിലൂടെ വിലസുന്നത് കാണാം. എന്തേ? പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുന്ന കാലത്തുണ്ടായ RSSുകാർ പ്രതിയായ ഓരോ കേസുകളും നിങ്ങൾ പരിശോധിക്കുക. റിയാസ് മൗലവിയുടെ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും വിലസാൻ കാരണമായതെന്താ? പ്രോസിക്യൂഷന്റെ അന്വേഷണം വന്നപ്പോ, കോടതിയിൽ വാദമുണ്ടായപ്പോ പ്രോസിക്യൂഷനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ, സംഘപരിവാറിന് ഒത്താശ പാടുന്ന രീതിയിൽ ജൂനിയർ അഡ്വക്കേറ്റായ T സജിത്ത് എന്ന് പറയുന്ന ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ ഇത്ര ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കൊണ്ടുപോയി വെക്കുന്നു. അവിടെ മാത്രം തീർന്നില്ല. നിങ്ങളുടെ നാട്ടിലാണല്ലോ പാലത്തായിൽ പപ്പൻ എന്ന് പറയുന്ന ഒരു RSSുകാരൻ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ ക്യാമ്പസിൽ നിന്ന് പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കുന്ന കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ആ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിരന്തരമായി 90 ദിവസത്തിനകം കൃത്യമായി കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ആ കേസിനെ സംഘപരിവാറിന് വേണ്ടി അട്ടിമറിക്കാൻ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. പിന്നെയും നിങ്ങൾ ഓരോ വിഷയങ്ങൾ പരിശോധിക്കുക. സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഓരോ വിഷയങ്ങളിലും വളരെ കൃത്യമായി സംഘപരിവാറിന് അനുകൂലമായ രീതിയിൽ കേരളത്തിന്റെ പോലീസ്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഗൗരവത്തോടുകൂടിയുള്ള ജാഗ്രത പോലെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇത് MSFകാരന്റെ ആരോപണമല്ല, ഇത് മുസ്ലിം ലീഗുകാരന്റെ ആരോപണം മാത്രമല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിരന്തരമായി വാഴ്ത്തിപ്പാടിയ PV അൻവർ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷക്കാരനായിരുന്ന, ഇടതുപക്ഷ പിന്തുണയിൽ ജയിച്ചു വന്ന MLA അൻവർ പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് RSSന്റെ കയ്യിലാണ്. ഞാൻ പറയുന്നത്
ഓരോ മേഖലയിലും ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി വേട്ടയാടാൻ കേന്ദ്ര സർക്കാരിനേക്കാൾ മുൻപന്തിയിൽ നിന്ന് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗുകാരെ, MSFകാരെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ആർക്കാണ് ഇവിടെ സമാധാനം ഉണ്ടായിട്ടുള്ളത്? ആർക്കാണ് ഇവിടെ സന്തോഷമുണ്ടായിട്ടുള്ളത്? നിങ്ങൾ പറയുക. നമ്മളുടെ സമീപകാലത്താണ്, ജൂലൈ 30-നാണ് കേരളത്തിലെ ഏറ്റവും നടുക്കുന്ന ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. മുണ്ടക്കൈയിലെ ദുരന്തത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും വേദനയോടെ കൂടി പറഞ്ഞിട്ടുണ്ട്. 430-ലധികം മനുഷ്യർ മണ്ണടഞ്ഞുപോയ, മരിച്ചുപോയ ഒരപകടം. 118 പേരെ ഇന്നും കാണാൻ സാധിച്ചിട്ടില്ല. 397-ലധികം പേർ ഔദ്യോഗിക കണക്കു പ്രകാരം അവർ വലിയ പരിക്കേറ്റ് വീടുകളിലും ക്യാമ്പുകളിലും കഴിയുകയാണ്. 100-ലധികം വീടുകൾ തകർന്നു തരിപ്പണമായി മണ്ണെടുത്തു പോയ അപകടം. എത്രയോ മനുഷ്യർ അവിടെ നിന്ന് സങ്കടപ്പെടുന്ന കഥകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. നൗഫലിനെ പോലെയുള്ള മനുഷ്യർ, തന്റെ കുടുംബത്തിലെ 15 പേർ, ഉമ്മ നഷ്ടപ്പെട്ടവർ, ഉപ്പ നഷ്ടപ്പെട്ടവർ, തന്റെ കുടുംബത്തിലെ 15 പേരെ നഷ്ടപ്പെട്ട നൗഫലിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ. ആ മനുഷ്യരോട് ജൂലൈ 30-ന് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ നേരെ പിറ്റേ ദിവസം ഓഗസ്റ്റ് 1-ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്, ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: വയനാടിനെ രക്ഷിക്കാൻ നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാണ്. മാസങ്ങൾ കഴിഞ്ഞല്ലോ, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ ആലോചിക്കണം. വയനാട്ടിലെ മുണ്ടക്കൈയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി 1 രൂപ പോലും ചെലവഴിക്കാൻ കേരളത്തിലെ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ 697 കോടി രൂപ പിണറായി വിജയന്റെ അക്കൗണ്ടിലുണ്ട്. കേരളത്തിലെ ഉദാരമതികളായ വലിയ വലിയ കോടീശ്വരന്മാർ സംഭാവനയായി നൽകിയ കോടികൾ വേറെയുമുണ്ട്. അതിൽ നിങ്ങൾ ചെലവഴിച്ച കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, വെറും 7 കോടി രൂപ മാത്രമാണ്. അപ്പൊ നമ്മൾ കരുതും ഈ 7 കോടി രൂപ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തെങ്കിലും വാങ്ങാൻ നൽകിയതാണെന്ന്. ഈ 7 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ചത് അത് കളക്ടർക്ക് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കളക്ടർക്ക് കൊടുത്തതാണ്. ഞാൻ പറയുന്നത്, കേരളത്തിനെ നടുക്കിയ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമ്പോ, ഒരു നാട് സങ്കടത്തിൽ മുഴുവൻ മുങ്ങി നിൽക്കുമ്പോ, അവിടെ നാടിന്റെ മുന്നിൽ പിരിവെടുക്കുക, പരമാവധി പണം സ്വരൂപിക്കുക, എന്നിട്ട് അർഹരായ ആളുകൾക്ക് അത് നൽകാതെ ഈ നാടിനോട് കാണിക്കുന്ന വഞ്ചനയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഈ നാട് മറുപടി ചോദിക്കുമെന്നാണ്. മനുഷ്യരെക്കാൾ അതപ്പതിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈയിട്ട് വാരി തിന്നിട്ടുണ്ട്. കേരളത്തിൽ ഇതാദ്യമല്ലല്ലോ ദുരിതാശ്വാസ നിധി. മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. കോവിഡിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വ്യത്യസ്തമായ ദുരിതാശ്വാസ നിധികളിൽ നിന്ന് പോലും കൈയിട്ട് വാരുന്നവരായി സംഘപരിവാറിന്റെ ഒത്താശയോടുകൂടി പിണറായി വിജയൻ മാറുന്ന സമയത്ത് അതിനെതിരെ അക്ഷരം തെറ്റാത്ത പ്രതിരോധമാവേണ്ടത് നമ്മളാണ്. ഐക്യം, അതിജീവനം, ആത്മാഭിമാനം എന്ന മനോഹരമായ പ്രമേയത്തെ അധികരിച്ചുകൊണ്ടാണ് MSF കേരളത്തിലുടനീളം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, MSF എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. ആ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കാലികമായ ദൗത്യം എന്താണ്? നമ്മൾ മുസ്ലിം ലീഗിന്റെ വേദികളിൽ മനോഹരമായി CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ മുസ്ലിം ലീഗിന്റെ വേദികളിൽ മനോഹരമായി സീതി സാഹിബിനെ കുറിച്ച്, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ എൻ്റെ പുതിയ കാലത്തെ MSFകാരോട്, പുതിയ കാലത്തെ എൻ്റെ ഉമ്മമാരോട് പറയുന്നത്, അവരുടേതായ കാലങ്ങളിൽ അവരുടേതായ രാഷ്ട്രീയ ദൗത്യത്തിനെ വളരെ കൃത്യമായി നിർവഹിച്ചു മടങ്ങിയവരായിരുന്നു ഓരോ നേതാക്കന്മാരും. CH നിർവഹിച്ച രാഷ്ട്രീയ ദൗത്യത്തിനെ മാത്രമല്ല പുതിയ കാലത്തെ MSFകാരന് നിർവഹിക്കാനുള്ളത്. സീതി സാഹിബ് നിർവഹിച്ച രാഷ്ട്രീയ ദൗത്യത്തിനെ മാത്രമല്ല നമ്മൾക്ക് നിർവഹിക്കാനുള്ളത്. പട്ടിണിയുള്ള ഒരു ജനതയെ, ക്യാമ്പസുകളോട് മുഖം തിരിഞ്ഞു നിന്ന ഒരു ജനതയെ ക്യാമ്പസുകളിൽ കൊണ്ടുപോയി ആദ്യം UGയും പിന്നെ PGയും UPയും ഹൈസ്കൂളും ഒക്കെ പഠിപ്പിച്ച് നിങ്ങൾ പഠിക്കണേ പഠിക്കണേ വീണ്ടും പഠിക്കണേ എന്ന് പറഞ്ഞു കടന്നുപോയൊരു CH മുഹമ്മദ് കോയ സാഹിബുണ്ട്. നമ്മളുടെ കുട്ടികൾ പഠിച്ചു വളർന്നു. കാലത്തിന്റെ ദൗത്യങ്ങളെ, ചുവരെഴുത്തുകളെ വായിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ നാട്ടിലെ പാരാവാരങ്ങളായ ഉമ്മമാർ എൻ്റെ മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പുതിയ കാലത്തെ ഉമ്മമാരുടെ ദൗത്യം എന്താണ്? പുതിയ കാലത്തെ MSF-കാരന്റെ ദൗത്യം എന്താണ്? ആ ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോ പ്രിയപ്പെട്ട നജാബ് സാഹിബ് അതുവഴിയെ പറഞ്ഞുപോയി. ആ ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഓരോ കാലത്തിലെയും ദൗത്യങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ചു പോയവരാണ് ഓരോ കാലത്തിന്റെ നേതാക്കൾ. അവർ പഠിക്കണമെന്ന് പറഞ്ഞു, അവർ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കി തന്നു, അവർ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. ഈ സമൂഹം പഠിച്ചു പഠിച്ചു വളർന്നു. പുതിയ കാലത്തെ MSF-കാരന്റെ ദൗത്യം അധാർമികമായി അപജയിച്ചൊരു തലമുറയെ തിരുത്തുക എന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ മുന്നിൽ വ്യത്യസ്തമായ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, എൻ്റെ മുന്നിൽ വലിയ ഉമ്മമാരുണ്ട്, എൻ്റെ മുന്നിൽ വാർത്തകം ബാധിച്ചവരുണ്ട്, എൻ്റെ മുന്നിൽ യൗവനം തുളുമ്പി നിന്ന യൂത്ത് ലീഗുകാരുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ കാര്യമായി ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളിൽ എത്ര പേർക്ക് ഹനാൻ ഷയെ അറിയുമെന്നതാണ്. നിങ്ങളിൽ എത്ര പേർക്ക് നാസ് ഡെയിലിയെ അറിയാം? നിങ്ങളിൽ എത്ര പേർക്ക് HK കിങ് നൊമാഡിനെ അറിയാം? നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെയുള്ള വ്യത്യസ്തരായ വ്ളോഗേഴ്സിനെ അറിയാം? ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സുകളോടാണ്. എൻ്റെ ഉമ്മമാരിവിടെ ഉണ്ട്, എൻ്റെ ചെറിയ കുട്ടികളും ഇവിടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരറിയുന്ന പല കാര്യങ്ങളെയും ഈ ചെറിയ കുട്ടിക്കറിയില്ല. 4 വയസ്സുള്ള കുട്ടി അറിയുന്ന പലതിനെയും എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മയ്ക്കും അറിയില്ല. അത്രമേൽ തീവ്രമായി, അത്രമേൽ കരുത്തുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്രമേൽ വളർന്നൊരു കാലത്ത്, സോഷ്യൽ മീഡിയകളിൽ പാരൽ ലോകങ്ങൾ ഭരിക്കുന്ന കാലത്ത് 5 വയസ്സുള്ള കുട്ടി അറിയുന്ന പലതിനെയും 50 വയസ്സുള്ള 40 വയസ്സുള്ള ഉമ്മമാർ അറിയാത്ത കാലത്ത്, പുതിയ കാലത്ത് ഉമ്മമാരുടെ ദൗത്യം ആ കുട്ടികളുടെ ആശയപരമായ കരുത്തിനോട് മത്സരിക്കാൻ നിങ്ങൾക്ക് ആശയപരമായ കരുത്തുണ്ടോ എന്നത് പുതിയ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ പുതിയ കാലത്തിന്റെ പലതിനെയും ആഭാസങ്ങളെ ആഘോഷമാക്കുന്ന ഒരു തലമുറയായി. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ മനോഹരമായി ഉപയോഗിക്കുന്നവരാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ സോഷ്യൽ മീഡിയകളുടെ വാളുകളിൽ ട്രെൻഡിംഗ് ആയി മലയാളത്തിൽ നിന്ന് 4-5 പേരുകളെ നിങ്ങൾ എടുക്ക്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നത് 4 പേരെ എടുക്ക്. അതിൽ ഒന്നാമത്തെ പേര് ആഷ് നമ്പർ 1 ട്രെൻഡിങ്ങിൽ ഒന്നാമത്തെ പേര് മലപ്പുറത്തുകാരി സലീനയാണ്. രണ്ടാമത്തെ പേര് കൊച്ചിക്കാരൻ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനാണ്. അലിൻ ജോസ് പെരേരയാണ്. ഉണ്ണിക്കുട്ടൻ മംഗൾഡാമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ ഒരു പുതിയ തലമുറ 6 കോടി 7 കോടി വരുന്ന പിന്തുടർച്ചക്കാരുമായി തൊപ്പിയെ പോലെയുള്ള ആഭാസങ്ങളെ ആഘോഷമാക്കുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യർ ഈ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എന്തെന്ന് അവർക്ക് പോലും അറിയാത്ത ആഭാസങ്ങളെ ആഘോഷമാക്കുന്ന ഒരു തലമുറയോട്, ആ തലമുറയെ ധാർമ്മികമായി, സാംസ്കാരികമായി, ആശയപരമായി സംസ്കരിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം പുതിയ കാലത്തെ MSF-കാരൻ്റെതാണ്. ലഹരിക്കെതിരെ പ്രതിരോധിക്കാൻ, ലഹരിക്കെതിരെ പ്രതിരോധത്തിന്റെ ശബ്ദമുയർത്താൻ ഈ തെരുവീതികളിൽ ആരാണ്? ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു ലോകത്തിന്റെ വ്യാവസായിക തലസ്ഥാനങ്ങളിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുവെന്ന്. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ കേട്ടു നമ്മളുടെ നാട്ടിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുവെന്ന്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മളുടെ ഗ്രാമങ്ങളിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുവെന്ന് നമ്മൾ കേട്ടു. 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾ വരെ ലഹരി റാക്കറ്റിന്റെ അടിമകളാകുമെന്ന് പുതിയ കാലത്തെ വാർത്തകൾ കേൾക്കുന്ന നമ്മൾ MSF-കാരൻ ചെയ്തു തീർക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം, കഞ്ചാവ് വലിച്ചു നടക്കുന്ന ചെഗുവേരയെ മാതൃകാ പുരുഷനാക്കണമെന്ന് പ്രസംഗിക്കുന്ന DYFI-കാരൻ എങ്ങനെയാണ് ഈ തെരുവേദികളിൽ നിരന്തരമായി നിരുപാധികം ലഹരിക്കെതിരെ സംസാരിക്കാൻ കഴിയുക? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ തെരുവീതികളിൽ മുഴുവൻ ബാറുകൾ അനുവദിക്കുന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് നിരുപാധികം ലഹരിക്കെതിരെ സംസാരിക്കാൻ കഴിയുക? സാധ്യമല്ല. നിരുപാധികം ലഹരിക്കെതിരെ ഈ തെരുവീതികളിൽ സംസാരിക്കാൻ MSF എന്ന് പറയുന്ന സംഘടന മാത്രമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ ശിവു മീരാൻ സാഹിബിനെ പോലെയുള്ള നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. MSF-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം നിരാശയുള്ള ഒരു തലമുറയെ
പ്രതീക്ഷയുടെ പുതിയ ആകാശത്തിലേക്ക് പടുത്തുയർത്തിയ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസ്ഥാനമാണിത്. വേദനയിൽ തലകുനിച്ചു നിന്നുപോയ മനുഷ്യരോട് പൂജ്യം കണ്ടുപിടിച്ചവരുടെ പിന്മുറക്കാരെ, കുത്തബ് മിനാറിനെ കണ്ടുപിടിച്ചവരുടെ, ചെങ്കോട്ടയെ നിർമ്മിച്ചവരുടെ പിന്മുറക്കാരെ, നിങ്ങൾ ആവേശത്തോടുകൂടി ഉണരണമെന്ന് പ്രഖ്യാപിച്ച സീതി സാഹിബിന്റെ, CHന്റെ കായികമില്ലത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. ഈ കാലത്തിന്റെ എല്ലാ തിന്മകളെയും നമ്മൾക്ക് അതിജയിക്കേണ്ടതുണ്ട്. ഈ കണ്ണൂരിന്റെ മണ്ണിൽ എത്രയോ മനുഷ്യർ, അരിയിലെ അബ്ദുൽ ഷുക്കൂറിനെ പോലെ, കൂത്തുപറമ്പിലെ മൻസൂറിനെ പോലെ, തൂണേരിയിലെ അസ്ലമിനെ പോലെ എത്രയോ മനുഷ്യർ, അവരുടെയൊക്കെ ചോരകൾ തന്റെ അവസാനത്തെ ശ്വാസത്തിലും തന്റെ അവസാനത്തെ പിടച്ചിലും MSFന് വേണ്ടി, മുസ്ലിം ലീഗിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റുകാരനോട് കോംപ്രമൈസ് പറയാത്ത അരിയിലെ അബ്ദുൽ ഷുക്കൂറിന്റെ അവരുടെ ചോരയിൽ നിന്ന് പടുത്തുയർത്തുകയാണ് ഈ പതാക. നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം പോലെ നിങ്ങളുടെ നാട്ടുകാരൻ കൂത്തുപറമ്പിലെ മൻസൂറിന്റെ രക്തത്തിൽ നിന്ന് പൊതിഞ്ഞെടുത്തതാണ് ഈ പതാക. തളിപ്പറമ്പിലെ ഹബീബ് റഹ്മാന്റെ വിയർപ്പ് തുള്ളികളിൽ നിന്ന് ഉശിരച്ചു വളർന്ന ഈ പതാകയെ പുതിയ കാലത്തിന്റെ വിദ്യാർത്ഥി സമൂഹം, ഈ കാലത്തിന്റെ അപജയങ്ങളെ മുഴുവൻ എത്ര മനുഷ്യരെ കൊന്നൊടുക്കിയാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തലമുറയെ അതിജയിക്കുക എന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥയുണ്ട്. റോമ കീഴടക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ അയക്കുകയാണ്. ആ സംഘത്തിൽ പ്രവാചകൻ അയക്കുന്ന സമയത്ത് 3 ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാമത്തത് ഇങ്ങനെയാണ്: നിങ്ങൾ 3 നേതാക്കന്മാരെ റോമ കീഴടക്കുന്ന സംഘത്തിലേക്ക് കൊണ്ടുപോകുക. ആ 3 നേതാക്കന്മാർ ആരാണ്? 1 സെയ്ദാണ്, 2 ജാഫർ ബിൻ അബി താലിബാണ്, 3 അബ്ദുല്ലാഹി ബിൻ റവാഹയാണ്. 3 പേരും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4മതൊരാളെ കണ്ടെത്തുക. അങ്ങനെ യുദ്ധത്തിന്റെ അതിസങ്കീർണമായ ഘട്ടങ്ങളിൽ 3 പേരും മരിച്ച ഘട്ടത്തിൽ 3 ലക്ഷം വരുന്ന റോമാ സൈന്യത്തോട് 3000 പേരടങ്ങുന്ന ഇസ്ലാമിന്റെ സംഘം 3 നേതാക്കളും മരിച്ച സാഹചര്യത്തിൽ ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന നേതാവിനെ കണ്ടെത്തി യുദ്ധം ജയിച്ചു വന്നത് ഇസ്ലാമിന്റെ ചരിത്രമെങ്കിൽ, പുതിയ കാലത്തിനോട് ഞങ്ങൾ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയുന്നു, ഈ സമുദായം പേറുനിർത്തിയില്ലാത്ത കാലത്തോളം നിങ്ങൾ എത്ര പേരെ കൊന്നു തള്ളിയാലും, ഈ കൂത്തുപറമ്പിൽ, ഈ കണ്ണൂരിൽ എത്ര പേരെ കൊന്നു തള്ളിയാലും, ഈ പാർട്ടി അതിശക്തമായി 1-ന് 10ആയി ഈ മണ്ണിൽ MSF ഉയർത്തെഴുന്നേറ്റു വരുമെന്ന് മാത്രം പ്രഖ്യാപിച്ച് ഈ മനോഹരമായ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇശാ നമസ്കാരാനന്തരം നമ്മുടെ പരിപാടി തുടരുന്നതാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മളേവരും കാത്തിരിക്കുന്ന അഡ്വക്കേറ്റ് ഷിബു മിരാൻ്റെ പ്രഭാഷണമുണ്ടാകും. അതുപോലെ തന്നെ കലോത്സവങ്ങളിൽ കാഴ്ചവെച്ച പ്രകടനങ്ങൾ, നമ്മളിവിടെ അവാർഡ് കൊടുത്തവരുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഭക്ഷണ സൗകര്യം കൂടി ഏർപ്പെടുത്തിയ വിവരം പ്രത്യേകം അറിയിക്കുകയാണ്.